അംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ പരിഷ്കാരങ്ങൾ EPFO 3.0 വഴി നടപ്പിലാക്കാൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയാണ് ഏവരെയും ആകർഷിക്കുന്നത്. വരിക്കാർക്ക് അവരുടെ പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസ് UP വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പിൻവലിക്കാനുള്ള നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പേപ്പർ ജോലികൾ കുറയ്ക്കാനും സെറ്റിൽമെന്റുകൾ വേഗത്തിലാക്കാനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. PF പണം ലഭ്യത കൂടുതൽ എളുപ്പമാകുമ്പോഴും ഇത് നികുതിരഹിതമാണോ എന്നൊരു സംശയം ആളുകൾക്കിടയിലുണ്ട്. EPFന് കാര്യമായ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും എല്ലാ പിൻവലിക്കലുകൾക്കും നികുതി ഒഴിവാക്കലിന് അർഹമല്ല. നിങ്ങൾ പണം പിൻവലിക്കുമ്പോൾ അത് നികുതിരഹിതമാണോ എന്നത് നിങ്ങളുടെ സേവന കാലാവധി, പിൻവലിക്കാനുള്ള കാരണം, ജോലി മാറുമ്പോൾ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണോ അതോ പിൻവലിക്കുകയാണോ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. നികുതി ബാധ്യത നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഘടകം തുടർച്ചയായ സേവന കാലയളവാണ്. തുടർച്ചയായി 5 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ PF ബാലൻസ് പിൻവലിക്കുകയാണെങ്കിൽ ആ തുക പൂർണ്ണമായും നികുതിരഹിതമാണ്. അക്കൗണ്ട് അംഗീകൃതമാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം വിഹിതം, തൊഴിലുടമയുടെ വിഹിതം, അതിൽ ലഭിച്ച പലിശ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഈ കാലയളവിനുള്ളിൽ നിങ്ങൾ ജോലി മാറുകയാണെങ്കിൽ മുമ്പത്തെ തൊഴിലുടമയുടെ കീഴിലുള്ള സേവനവും കണക്കിലെടുക്കും. എന്നാൽ ഇതിനായി പഴയ EPF ബാലൻസ് പിൻവലിക്കുന്നതിന് പകരം പുതിയ തൊഴിലുടമയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിരുന്നാലും തുടർച്ചയായി 5 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പണം പിൻവലിച്ചാൽ നികുതി നിയമങ്ങൾ പൂർണ്ണമായി മാറും. 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ പിൻവലിക്കുന്ന തുക 50,000-ന് മുകളിലാണെങ്കിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10% നിരക്കിൽ സ്രോതസ്സിൽ നിന്ന് നികുതി കുറയ്ക്കും. പാൻ കാർഡ് നൽകിയിട്ടില്ലെങ്കിൽ TDS 20% ഉയരും. പിൻവലിക്കുന്ന തുക 50,000-ൽ താഴെയാണെങ്കിൽ TDS ഈടാക്കില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ആ തുക നികുതിരഹിതമാക്കില്ല. നിങ്ങളുടെ ആകെ നികുതി വിധേയമായിട്ടുള്ള വരുമാനം അടിസ്ഥാന നികുതി ഒഴിവാക്കൽ പരിധിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ നികുതി ഒടുക്കേണ്ടി വരും. അതേസമയം 5 വർഷത്തിന് മുമ്പുള്ള എല്ലാ പിൻവലിക്കലുകൾക്കും നികുതി ഈടാക്കില്ല. ചില സാഹചര്യങ്ങളിൽ EPF പിൻവലിക്കലുകൾ നികുതിരഹിതമായിരിക്കും. അതായത് മോശം ആരോഗ്യം, തൊഴിലുടമയുടെ ബിസിനസ് പൂട്ടിപ്പോകൽ അല്ലെങ്കിൽ ജീവനക്കാരന്റെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ജോലി അവസാനിക്കുകയാണെങ്കിൽ ജോലി മാറിയ ശേഷം PF ബാലൻസ് ഒരു തൊഴിലുടമയിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റുന്നത് പിൻവലിക്കലായി കണക്കാക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ അതിന് നികുതിയും ഉണ്ടാകില്ല. മൊത്തം നികുതി ബാധ്യത 0 ജീവനക്കാർക്ക് യോഗ്യതയ്ക്ക് വിധേയമായി TDS ഒഴിവാക്കുന്നതായി ഫോം 15G അല്ലെങ്കിൽ ഫോം 15H സമർപ്പിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ EPFO പൂർണ്ണമായി പണം പിൻവലിക്കാൻ അനുവദിക്കുകയുള്ളൂ. വരിക്കാർക്ക് 55 വയസ്സിൽ വിരമിച്ച ശേഷം മുഴുവൻ തുകയും പിൻവലിക്കാം. എന്നാൽ വിരമിക്കുന്നതിന് 1 വർഷം മുമ്പ്, അതായത് 54 വയസ്സ് പൂർത്തിയായ ശേഷം കോർപ്പറേഷന്റെ 90% വരെ പിൻവലിക്കാൻ സാധിക്കും. ജോലി നഷ്ടപ്പെടുന്ന ജീവനക്കാർക്ക് 1 മാസത്തെ തൊഴിലില്ലായ്മയ്ക്ക് ശേഷം ബാലൻസിന്റെ 75%വും തുടർന്നും ജോലി ലഭിച്ചില്ലെങ്കിൽ 2 മാസത്തിന് ശേഷം ബാക്കി തുകയും പിൻവലിക്കാം. ചികിത്സ, ഉന്നത വിദ്യാഭ്യാസം, വിവാഹം, വീട് വാങ്ങൽ അല്ലെങ്കിൽ നിർമ്മാണം, ഭവന വായ്പ തിരിച്ചടവ്, വീട് പുതുക്കിപ്പണയൽ തുടങ്ങിയിട്ടുള്ള നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കായി ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭാഗികമായി പണം പിൻവലിക്കാനും നിബന്ധനകൾക്ക് വിധേയമാവാനും അനുവാദമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.